ഞാൻ തെൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് ഭവനർ. ഇന്ന് ഞാൻ കാണിക്കുന്നത് 500cc ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുന്നതിനെ കുറിച്ചും ആ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റും 500cc എന്നുള്ളതല്ല. അപ്പോൾ ഏത് വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരുപാട് നമുക്ക് കംപ്ലൈൻസ് കിട്ടുന്നതാണ്. പുതിയതായിട്ടുള്ള വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് വർക്ക് എടുത്ത് വന്നിട്ട് ടാപ്പറ്റ് നോയ്സുമായിട്ട് വരുന്ന ആളുകളുടെ ചെയിൻ സ്പ്രോക്കറ്റ് കവറായി ചെയിൻ സ്പ്രോക്കറ്റ് കഴിച്ചിട്ട് ടാപ്പറ്റ് നോയ്സുമായിട്ട് വല്ലാതെ വരുന്ന ആളുകൾ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ പുതിയ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന സമയത്ത് എല്ലാവരും ഇപ്പം ബുള്ളറ്റിന്റെ വർക്കൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പൊ എല്ലാവരും കാര്യങ്ങൾ അറിയാത്തവരുന്ന കാര്യങ്ങൾ അറിഞ്ഞ് വർക്ക് എടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ട രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം 500cc 500cc സ്പ്രോക്കറ്റ് തന്നെ ഇടുക എന്നുള്ളതാണ്. പല ആളുകളും ക്ലാസിക്കിന്റെ സ്പ്രോക്കറ്റ് ഒക്കെ ഇട്ട് വിടുന്നുണ്ട്. അത് 500cc പെർഫോമൻസിനെ നല്ല ബാധിക്കുന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. കാരണം 350cc സ്പ്രോക്കറ്റ് എടുത്ത് 500cc ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോമൻസ് മതി. കാരണം 18 ടീത്താണ് ഇതിൽ വരുന്നത്. ആ സ്പോക്കറ്റിന്റെ സൈസ് കണ്ടാൽ അറിയാം കേട്ടോ. 18 ടീത്ത് വരും. ക്ലാസിക്കിന് 17 വരിക, സ്റ്റാൻഡേർഡിന് 16 വരിക. പിന്നെ 18 ടീത്താണ് ഇതിന് വരിക കേട്ടോ. പിന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 18 ടീത്താണ് വരുന്നത് 500. പിന്നെ അതേമാതിരി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ പാക്കിങ്. ഇതിപ്പോൾ നമ്മൾ പുതിയ പാക്കിങ് ഇട്ടതാണ് കേട്ടോ. ഈ പാക്കിങ് നമ്മൾ പേസ്റ്റ് ഇട്ടിട്ടില്ല. റോയൽ എൻഫീൽഡ് ഈ ഒരു ഭാഗത്തേക്ക് പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ പേസ്റ്റ് ഇടാൻ പാടില്ല. അപ്പം ഇത് കാര്യമാക്കണ്ട. ഇപ്പൊ എക്സ്ട്രാ ഇവിടെ ഒരു പാക്കിങ്ങിന് ഇത് കട്ട് ചെയ്ത് വിടുകയും ചെയ്യരുത് കേട്ടോ. ഇത് ഒഴിവാക്കി നമ്മൾ കട്ട് ചെയ്ത് ഇത് ചിലപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ചില ആൾക്കാർ പാക്കിംഗ് ഇവിടെ കട്ട് ചെയ്ത് കളയും. കാരണം അവിടെ ഒന്നും ഇല്ലെന്ന് കരുതിയിട്ട്. കാരണം ഇവിടെ കട്ട് ചെയ്യുന്നതോട് ഇവിടെ ആ ഒരു ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സീറ്റിങ്ങിലേക്ക് ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് കൂടി പാക്കിങ് കൊടുത്തേക്കുന്നത്. അല്ല ഓയിൽ ലീക്കിന് വേണ്ടിയിട്ടല്ല, ആ ഒരു ലെവൽ ബാലൻസ് ചെയ്യാൻ. പിന്നെ അതായത് ഈ പാക്കിങ്ങിന് ഒരു കാരണവശാലും നമ്മൾ പേസ്റ്റ് ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഒരുപാട് വണ്ടികൾ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓയിൽ പമ്പിങ് നടക്കുന്നത് ഈ ഹോളിലൂടെയാണ്. അപ്പൊ ഈ ഹോളിലൂടെയാണ് ഓയിൽ പമ്പിങ് നടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പേസ്റ്റ് ഇട്ടിട്ട് ലൈറ്റ് ആയിട്ടാണ് പേസ്റ്റ് ഇടുന്നതും കൂടെ. ലൈറ്റ് ആയിട്ട് പേസ്റ്റ് ഇട്ടുന്നത് നമ്മൾ കരുതുക. ലൈറ്റ് പേസ്റ്റ് ഇട്ട് ഈ കവറങ്ങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലുള്ള പേസ്റ്റ് കൂടി പ്രസ്സായിട്ട് ഉള്ളിലേക്ക് കയറും. ഉള്ളിൽ കയറിയിട്ട് ഓയിൽ പമ്പിങ് കുറയും. ചിലത് അടിച്ച് ഉള്ളിലേക്ക് പോയിട്ട് അവിടെയെങ്കിലും ബ്ലോക്കായി കിടക്കും. പിന്നെ ഹൈഡ്രോളിക്കിന് സൗണ്ട് തുടങ്ങും. പിന്നെ റോക്കർ പോവും. അതായത് മൊത്തത്തിലൊരു കംപ്ലൈന്റ്, നല്ല കംപ്ലൈൻറ്റ്സ് വരും. നല്ല സൗണ്ട് വരും, റോക്കർ കംപ്ലൈന്റ് ആവും, ഓയിൽ പമ്പിങ് കുറയും. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ താഴെ കുറച്ച് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കഴിയുന്നതും പേസ്റ്റ് ഒഴിവാക്കുക. പിന്നെ അതേമാതിരി ഒറിജിനൽ പാക്കിംഗ് തന്നെ ഉപയോഗിക്കുക. കാരണം നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് തിരിച്ച് പെട്ടെന്ന് ഇതിങ്ങനെ ഊരിയെടുക്കാനും പിന്നെ ഇതൊക്കെ ചിരണ്ടിന്റെ ഫേസ് കളയാതെക്കാൻ ഈ സാധാരണ ലോക്കൽ പേസ്റ്റ് ലോക്കൽ പിന്നെ പാക്കിങ് കെട്ടിട്ട് ഇതങ്ങ് പ്രസ്സാക്കും. ഇത് പ്രസ്സാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒട്ടിപ്പിടിക്കും ബ്ലേഡോടും ചിരണ്ടി ഇങ്ങനെ എടുക്കും. പിന്നെ അതിന്റെ അലൂമിനിയം സാധനം ചിരണ്ടുന്നതനുസരിച്ച് സ്ക്രാച്ച് പോകും. അതിനനുസരിച്ച് അതിന്റെ സീറ്റിങ് പോകും. അപ്പം കഴിയുന്നതും നമ്മൾ പരമാവധി ഇപ്പം പിന്നെ ഇനി ലോക്കൽ സാധാ വർക്ക്ഷോപ്പുകളാണെങ്കിലും കൂടി ഈ ഒരു പാക്കിങ് കാര്യങ്ങൾ ഒറിജിനൽ വാങ്ങിച്ചു കൊണ്ടേക്കുക. കാരണം ഇതിലൊന്നും വല്ല ലാഭം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറിജിനൽ പാക്കിങ് വരുന്നത് ഒരു 65 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ മുകളിൽ 10 രൂപ ലാഭം നമുക്ക് അധികം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വർക്കിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടാമത് ആ ഒരു വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ പാക്കിങ് കാര്യങ്ങൾ ഇപ്പൊ സാധാ വർക്ക്ഷോപ്പിൽ സാധാ സ്പെയർ പാർട്സ് സെയിൽ ചെയ്യുന്ന ആളുകളും ഈ പാക്കിങ് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഒറിജിനൽ തന്നെ വാങ്ങി വെക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എല്ലാവരും വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് സെന്റർ മാത്രമല്ല, അപ്പൊ നമ്മൾ റോയൽ എൻഫീൽഡിന്റെ ഒറിജിനൽ സ്പെയറും പിന്നെ മാത്രം ചെയ്യുന്ന ആളുകളാണ്. ഒറിജിനൽ സ്പെയർ വെച്ച് മാത്രം വർക്ക് എടുക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മളൊരു ഇത് പറയുന്നത്. എല്ലാവരും വർക്ക് എടുക്കുന്ന ആളുകളായപ്പോൾ ഓൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ മെയിനായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ ഓറിങ്. ഇവിടെ ഒരു ഓയിൽ പമ്പിങ്ങിന് ഒരു ഓറിങ് ഉണ്ട്. അതായത് ഓയിൽ ഫിൽറ്ററിന് ഓയിൽ പോകുന്നത് ഇവിടേക്കാണ്, ഇതിലൂടെയാണ്. ഇവിടെയാണ് ഇത് വരിക, ഈ ഓറിങ്. ഇതാണ് ഓയിൽ ഫിൽറ്ററിന്റെ ബോക്സ്. ഓയിൽ ഫിൽറ്ററിന്റെ ഭാഗം വരുന്നതിൻ്റെ ഉള്ളിലാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. അപ്പൊ ഈ ഓറിങ് ഇവിടെ സീറ്റിംഗ് ആവാതെ ചില ആളുകൾ കവർ ഈ കേസ് അയക്കുന്നതോട് കൂടെ തന്നെ ഇതിന്റെ കൂടെ സാധനങ്ങൾ താഴോട്ട് വീഴും. അപ്പൊ താഴോട്ട് വീഴുമ്പോൾ ചില പുതിയ ആളുകൾക്കും ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ക്രോസ് ചെയ്യും. ഓയിൽ കംപ്ലീറ്റ് മുകളിലേക്ക് പോയാൽ അതിലൂടെ താഴോട്ടെണ്ണം ഒന്ന് കൊടുക്കും, റോക്കറിന് സൗണ്ട് തുടങ്ങും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേമാതിരി ഗിയറിന്റെ ഒരു സ്പേസർ, ഗിയർ ലിവറിന്റെ സ്പേസർ, ഈ സ്പേസറും
ഒരു കൂടെ തന്നെ ഒരു ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 500cc ചെയിൻ സോക്കറ്റ് മാറ്റുന്ന സമയത്ത് 500cc എന്ന് മാത്രമല്ല, 500cc സ്പോക്കറ്റിന്റെ ഒരു 18 ടീത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ റോയൽ എൻഫീൽഡ് UC എഞ്ചിന്റെ ഏത് തന്നെ ചെയിൻ സോക്കറ്റ് മാറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 2-3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് സാധാരണ ഏത് വർക്ക്ഷോപ്പുകാർ വർക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിലും പുതിയ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞോട്ടെ അരിച്ചില്ല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.